السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിൻ്റെ ദിവസത്തിൽ, പെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന ഒരുപാട് സുന്നത്തുകൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും അതൊക്കെ നിത്യജീവിതത്തിൽ പാലിക്കുന്നവരും കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. കുളിക്കുക പോലെ, അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കലും, സുഗന്ധം ഉപയോഗിക്കലും, ഈദുൽ ഫിത്തറിനാണ് എങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരലും, അതുപോലെ തന്നെ വരുന്നതും തിരിച്ചു പോകുന്നതും വ്യത്യസ്ത വഴികളിലൂടെയാവുക എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ തക്ബീർ മുഴക്കിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നുള്ളതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും പല ആളുകളും ഗൗനിക്കാത്ത ഒരു സുന്നത്തിനെ സംബന്ധിച്ചാണ്, ഒരു മഹ്ജൂറായ സുന്നത്തിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി ആ ഒരു സുന്നത്ത് ഈ ഒരു പെരുന്നാൾ മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലി ഖബ്ല അൽ ഈദ് ഷൈഅൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന് മുമ്പായി കൊണ്ട് നിസ്കരിക്കാറേ ഉണ്ടായിരുന്നില്ല. ഫഇദാ റജഅ ഇലാ മൻസിലിഹി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സല്ല റക്അതൈനി, 2 റക്അത്തുകൾ വീട്ടിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ് മുസല്ലയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുകൊണ്ട്, മുസല്ലയിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ടോ അല്ല, വീട്ടിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ കാര്യമാണ്. നമുക്കറിയാം, ഈദിൻ്റെ ദിവസത്തിൽ പല ശുഗലുകളിലും ആയിക്കൊണ്ട് നമ്മൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ആ സമയത്ത് ഈ സുന്നത്ത് നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, ഒരു മഹ്ജൂറായ, ഒരു ഒഴിവാക്കപ്പെട്ട ഒരു സുന്നത്തിനെ നമ്മൾ ജീവിപ്പിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ആ കാര്യം എന്ത് ചെയ്യുക, ഈ ഒരു പെരുന്നാൾ ദിവസത്തിലും നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന തഖ്വയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.